ഹൈക്കോടതി വിധി വന്നു, ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നു. വിധി കേരളത്തിലെ മാധ്യമത്തെയും അതല്ല വല്ലാത്ത രീതിയിലുള്ള, കാരണം പ്രിസൈസായിട്ടുള്ള വിധിയാണ്. അതായത് ഒരു കള്ളവാർത്ത ഉണ്ടാക്കുന്നു ഡെലിബറേറ്റ് ആയിട്ട്. PV അൻവറും കൂട്ടരും ചേർന്ന് പണം കൊടുത്ത് ഒരു സ്ത്രീയിൽ നിന്നും കള്ളവാർത്ത ഉണ്ടാക്കിയെടുക്കുന്നു. ആ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ റിപ്പോർട്ടർ ചാനൽ, അതിൻ്റെ ഉടമകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് മരമുറി കേസിലെ പ്രതികൾ, അവർക്കെതിരെ കേസ് അന്വേഷിച്ച DYSP BP ബെന്നി, കാരണം ഇദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചിരുന്ന ഈ ഇഷ്യൂവിന് ശേഷം, അയാൾക്കെതിരെ, അന്നുണ്ടായിരുന്ന CIക്കെതിരെ, പിന്നീട് SP-ക്കെതിരെ, ഒരു വൃത്തികെട്ട തരം താഴുന്ന എല്ലാവർക്കെതിരെ ഇതേപോലെ കേസുകൾ മാത്രം കൊടുക്കുന്ന ഒരു സ്ത്രീ, അതിനെല്ലാ ഗൂഢാലോചനയും നടത്തിയത് PV അൻവർ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ MLA, ഇൻഡിപെൻഡൻ്റ് MLA. എന്നിട്ട് അതിനെപ്പറ്റി കേരളത്തിലെ ഈ പറയുന്ന ഒരു ചാനൽ, റിപ്പോർട്ടർ ചാനൽ, ആ ചാനൽ ഒരു വലിയ കള്ളം പടച്ചങ്ങ് വിടുന്നു. അതായത് ഈ സ്ത്രീയുടെ നിന്നും പണം അപഹരിക്കാനും ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുവാനും അന്നുണ്ടായിരുന്ന PV ബെന്നി എന്ന് പറയുന്ന DYSP അദ്ദേഹം ശ്രമിച്ചു. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആ ഒരു റാങ്കിൽ, ആ ഒരു DYSP റാങ്കിൽ ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള, പൂർണ്ണമായിട്ടും ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് കോഴിക്കോട് സ്വദേശിയായ ബെന്നി എന്ന് പറയുന്നയാൾ. കാരണം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും അദ്ദേഹം ഒരു പരാതി അയച്ചു കഴിയുമ്പോൾ അതിനകത്തെല്ലാം ഞാൻ കണ്ടതാണ് ഈ സംഭവം. ഞാനാണ് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്, IB മിനിസ്ട്രിക്കും പരാതി എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ള സംഭവം അദ്ദേഹം ഡ്രാഫ്റ്റൊക്കെ എന്നെയാണ് അയച്ചു തന്നത്. ഞാനാണ് പറഞ്ഞത് ഇന്നടത്താണ് ഇത് കൊടുക്കേണ്ടതൊക്കെ ഞാനായി ചെയ്തത്. കാരണം പൂർണ്ണമായ ഒരു കള്ളവാർത്ത അതിൻ്റെ മാനേജ്മെൻറ്റും അവിടെയുള്ള റിപ്പോർട്ടേഴ്സും തയ്യാറാക്കി. ഇതാണ് സംഭവം. അതാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുത്ത് തോട്ടിൽ കളഞ്ഞത്. ഇവിടെ പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഓണസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സ് ഉണ്ട് കേരളത്തിൽ. അല്ല, കേരളത്തിലെ എല്ലാ ഓഫീസേഴ്സും കറപ്റ്റഡ് അല്ല. അപ്പം ഇവരുടെ മൊറാലിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ മീഡിയയിൽ ഇത് പല ചാനലും പത്രങ്ങളൊക്കെ എടുത്ത് വാർത്തയാക്കി. ഇതിനെല്ലാം കൂട്ടുനിന്ന് ആദ്യം ഇത് ബ്രേക്ക് ചെയ്ത് വലിയ സംഭവമായിട്ട് കാണിച്ച് അതിൻ്റെ വ്യൂവർഷിപ്പൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടിയതാണ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞ പക്ക ഫ്രോഡ് ചാനൽ. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏകദേശം 30 വർഷം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ്, പല ചാനലിലും പല മീഡിയയിലും. പക്ഷെ ഇത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, ഇത് ഡെലിബറേറ്റ് ആയിട്ട് ഇതിൻ്റെ അക്യൂസ്ഡ്, അതായത് പ്രതികളായ മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ ഇത് ആ കേസ് അന്വേഷിച്ച് ഇപ്പോഴും അന്വേഷിക്കുന്ന ബെന്നിക്കെതിരെ നടത്തിയ ഗൂഢനീക്കമാണെന്ന് ഞാൻ അന്നേ ഇത് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കേരള ഗവൺമെൻറ് പിണറായി വിജയനും ധൈര്യം കാണിക്കേണ്ടത് ഈ ചാനൽ എത്രയും വേഗം പൂട്ടിട്ട് ഈ ചാനൽ റെയ്ഡ് നടത്തണം. ഇതിൻ്റെ MDക്കെതിരെയും ഈ റിപ്പോർട്ട് പടച്ചുവിട്ട ആ റിപ്പോർട്ടർക്കെതിരെയും അന്ന് ന്യൂസ് ആങ്കർ ചെയ്തവരെ, അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ളവരെ നോൺ ബെയിലബിൾ വാറണ്ട് ഉപയോഗിച്ച് അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ആ ഓഫീസ് റെയ്ഡ് ചെയ്യണം. ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം കള്ള വാർത്തകൾ പടച്ചു വിടുമ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേരള ഗവൺമെൻറ് തന്നെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് കത്ത് എഴുതണം, ഈ ചാനലിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ഇതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നാളെ മറ്റുള്ള ചാനലും മറ്റുള്ള മീഡിയ ഇതൊക്കെ ഇതേപോലെ തന്നെ ആവർത്തിക്കും. അതായത് ഓഫീസേഴ്സിനെ മാത്രമൊന്നുമല്ല, നിങ്ങൾക്കറിയാം മംഗളം എന്നൊരു ചാനൽ ഉണ്ടാക്കിയ സംഭവം, അതിനകത്ത് 5%, 6% സത്യമായിരുന്നു. ഇത് പൂർണ്ണമായിട്ടും കള്ളത്തരം. ഈ റിപ്പോർട്ടർ ആണെങ്കിലും അതിൻ്റെ എഡിറ്റർ ആണെങ്കിലും അതിൻ്റെ മാനേജ്മെൻ്റ് ആണെങ്കിലും പൂർണ്ണമായിട്ട് അക്കൗണ്ടബിളായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവരെ പൂർണ്ണമായി ജയിലിലടയ്ക്കണം. ബേസിക്കലി ഇത് റെയ്ഡ് നടത്തിയവരെ ജയിലിലടയ്ക്കണം. ഈ ചാനൽ താൽക്കാലികമായിട്ട് പൂട്ടാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോലീസ് തയ്യാറാകണം. കാരണം ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രമൊന്നുമല്ല, കേരളത്തിൻ്റെ മുഴുവൻ സംഭവത്തെയും പിടിച്ചൊക്കെ നാശമായി കളഞ്ഞു. അതും ഭൂലോക പ്രതികളായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത ചാനൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് സീരിയസ് കാര്യമാണ്. ഇത് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന പോലെ സംഭവമൊന്നുമല്ല. ഇത് കേരളത്തെ തന്നെ തകർക്കുന്ന രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. PV അൻവറെ അറസ്റ്റ് ചെയ്യണം. ഈ സ്ത്രീക്ക് പണം കൊണ്ട് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് ഈ സ്ത്രീക്ക് പണം കൊടുത്തു, അതിനുശേഷമാണ് ഇത് പറയിപ്പിച്ചത്. ഇതല്ലെങ്കിൽ നാളെ മറ്റുള്ള പൊളിറ്റീഷ്യൻസ് ഇത് കാണിക്കും.
ഇതെല്ലാവർക്കും ഒരു താക്കീതാവണം. അതായത് ഒരു കാര്യമുണ്ട്, ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് FIR ക്വാഷ് ചെയ്തിരിക്കുന്നത്, അവരാണ് ഈ കേസ് ഒരു ദൂരെ കളഞ്ഞിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും കേരള ഗവൺമെൻറ് ഫ്രീഡമുണ്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടി. ചാനലിനെതിരെ ഈ പറയുന്ന PV അൻവർ എന്ന് പറഞ്ഞ ആ വൃത്തികെട്ട വർഗീയവാദിയായ രാഷ്ട്രീയക്കാരനെതിരെ അയാൾ കാട്ടിക്കൂട്ടിയ കോലാഹലമൊക്കെ ഇവിടുത്തെ CPM-ന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സംഭവമല്ലായിരുന്നു. എത്രയോ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു PV അൻവർ നല്ല ആളാണ്, നല്ല മനുഷ്യനാണ്, അതാണ് കോടയാണ്, കുടച്ചക്ര. അന്നേ ഞാൻ പറഞ്ഞു ഫ്രോഡാണ്. കാരണം ഇയാൾക്കെതിരെ പല കേസുകളുണ്ട് പലയിടത്തും. ഇയാൾ എന്തോ പറയുന്നത്, ആദ്യം എന്തോ പറഞ്ഞ പത്രസമ്മേളനത്തിൽ പോലീസിനെ ഉപയോഗിച്ച് അവർക്ക് കൈക്കൂലി കൊടുത്തിട്ട് അവരെ റെക്കോർഡ് ചെയ്യിപ്പിച്ചു ഇവിടെ സീനിയറായിട്ട് ഒഫീഷ്യൽസിനെ. MR അജിത് കുമാറിനെ മാറ്റുന്നതിനും പ്രധാന കാരണക്കാരൻ ഇയാൾ തന്നെയാണ്. അപ്പം കേരളത്തിലെ പോലീസ് സിസ്റ്റം മാത്രമല്ല, കേരളത്തിലൊരു സിസ്റ്റമുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും കേരള എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അപ്പോൾ അതിനെ മുഴുവനും ഡീറെയിൽ ചെയ്യുന്ന രീതിയിൽ ചില സംഭവങ്ങൾ കൊണ്ടുവരുന്നു കേരളത്തിലൊരു പ്രധാനപ്പെട്ട മീഡിയ, അതായത് റിപ്പോർട്ടർ ചാനൽ. അവർ കൂട്ടുനിന്നുകൊണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഓണസ്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നു. ഇത് നിശബ്ദമായിട്ട് നോക്കിയിരിക്കരുത്. ശരിക്കും അടിച്ചങ്ങ് ഒതുക്കണം ഈ സംഭവം. ഇതേപോലെയുള്ള രീതിയിൽ ഏതെങ്കിലും മീഡിയ പ്രവർത്തിക്കുകയാണ്, അവരുടെ പ്രിസൈസ് ഉദ്ദേശം എന്താണ് അവരുടെ ഉദ്ദേശം? എന്താണ് ഇത്രയും പണം കൊടുത്ത് അവരൊരു മീഡിയ തുടങ്ങി ആരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ്? എന്തിനാണ് അവരുടെ ഉദ്ദേശം? ഉറപ്പായിട്ടും പിണറായി വിജയന് ഇതാണ് ചങ്കൂറ്റം കാണിക്കേണ്ടത്. 100% നടപടിയെടുക്കണം. ഇവരെ അറസ്റ്റ് ചെയ്താലും അകത്തിട്ടാലും ഇത്, കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ് മുഴുവനും കോൺസ്പിറസിയാണ്. അതായത് വൃത്തികെട്ട ഗൂഢാലോചന കേരളത്തിൽ നടത്തി ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടപടിയെടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ജനങ്ങൾ കൈയടിക്കുകയേ ഉള്ളൂ. അത്ര മോശമായ രീതിയിലാണ് ഓരോ ദിവസവും ഈ ചാനൽ ഓരോ കാര്യങ്ങൾ പടച്ചുവിടുന്നത്. കാരണം എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്, എല്ലാത്തിനും ലക്ഷ്മൺ രേഖയുണ്ട്. എല്ലാത്തിനെയും നശിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു ഹൈക്കോടതി ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് നടപടിയെടുക്കുക. അതേപോലെ തന്നെ ഈ ചാനലിൻ്റെ ലൈസൻസ് മരവിപ്പിക്കാനും അത് ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടി IB മിനിസ്ട്രിയുമായിട്ട് കേരള സർക്കാർ ബന്ധപ്പെടണം. ഇതൊക്കെയാണ് കേരള ഗവൺമെൻറ് ചെയ്യേണ്ടത്. കാരണം ഇതേപോലെ ഉള്ള ചാനലുകൾ ഇതേപോലെ കോൺസ്പിറസി വാർത്ത സൃഷ്ടിക്കുന്നവരുണ്ടായിക്കൂടാ. അതൊരു നടപടിയുടെ ഭാഗമായിട്ട് തന്നെ അങ്ങ് എടുക്കണം. ആ രീതിയിൽ പോകുവാണെങ്കിൽ മാത്രമേ കേരളത്തിലെ മീഡിയയ്ക്കും ഇതൊരു താക്കീതായിട്ട് വരികയുള്ളൂ. ഇതാണ് ഈ ചാനലിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത്.